ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ചില മാസങ്ങളിൽ അനേക വ്യക്തികൾ വിശ്വാസ സഭകളിൽ നിന്ന് പിന്മാറി വീട്ടുകളിലിരിക്കുന്ന പല വ്യക്തികളെയും പോയി കണ്ടു, അല്ലെ കാണാനിടയായി, സംസാരിക്കാനിടയായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ 2-3 വീഡിയോ ആയി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറയും പിന്മാറിപ്പോയി. അപ്പോൾ ശുശ്രൂഷകരോട് ചോദിച്ചാൽ അവർ പറയും അവൻ കള്ളുകൂടിയും പെണ്ണുകൂടിയും ഒക്കെ ആയി വീഡിയോയിലും സീർട്ടുവലിയും സിനിമയും ഒക്കെ ആയിട്ട് പിന്മാറിപ്പോയി. അപ്പോൾ ബാക്കി കൂട്ടത്തിലുള്ള വിശ്വാസികളെല്ലാം കൂടെ ഓർക്കും അത് തന്നെ ആയിരിക്കും കാര്യം. എന്നാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 90% വിശ്വാസികളും പിന്മാറിപ്പോകുന്നത് ഇങ്ങനെയുള്ള കാരണം കൊണ്ടല്ല. ഒരു 10% താഴെയുള്ള ആളുകളെ അങ്ങനെ സാധാരണഗതി പിന്മാറിപ്പോകാറുള്ളൂ. പക്ഷേ 90% വിശ്വാസികളും പിന്മാറിപ്പോകുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം ഈ ശുശ്രൂഷകന്മാരുടെ ശത്രുതയാണ്. എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരുടെ ശത്രുത മൂലം നല്ലൊരു ശതമാനം വിശ്വാസികൾ പിന്മാറിപ്പോകുന്നുണ്ട്. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. കർത്താവ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഈ അധികാരവുമായിട്ട് പോയി, എൻ്റെ കയ്യിലുള്ള ഈ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ഇതുമായിട്ട് പോയിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അടുത്ത കാര്യം യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ ഉപദേശിച്ചും കൊണ്ട് സകല ജനതകളെയും എൻ്റെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യരാക്കുവിൻ. എന്നിട്ട് പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നു, ഞാൻ യുഗാന്ത്യം വരെ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഈ 3 കാര്യമാണ് മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞത്. എന്നാൽ മർക്കോസ് സുവിശേഷം അതിൻ്റെ 16-ന്റെ 15 അവസാനത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നോക്കിയേ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് പറഞ്ഞു. ഭൂലോകം മുഴുവൻ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ, ഭൂലോകം മുഴുവൻ പോയി നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം. അത് പറയാനുള്ള സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്കുണ്ട്. ഈ അധികാരവുമായി നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ ഉപദേശിച്ചതുകൊണ്ട് സകല ജനതകളെയും എൻ്റെ ശിഷ്യരാക്കണം. മർക്കോസ് സുവിശേഷത്തിൽ അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. അതിൻ്റെ 7-ാമത്തെ കാര്യം പറയുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. ഇതാണ് ദൈവവചനം പറയുന്നത്. ഇനി യോഹന്നാൻ സുവിശേഷം 20-ന്റെ 21 വായിച്ചേ. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെയും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത്, വചനം ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നു. ആരുടെ ശിഷ്യന്മാർ? വചനത്തിൻ്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ. യേശുവിന് 11 ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 ഉണ്ടായിരുന്നു, ഒരുത്തൻ പോയി. ബാക്കി 11 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 12ാമനെ ആയിട്ട് പൗലോസിനെ പിന്നീട് ദൈവം എടുക്കുകയും ചെയ്തു. ഈ 12 ശിഷ്യന്മാരോടും പറഞ്ഞത്, നിങ്ങൾ പോയി എൻ്റെ ശിഷ്യന്മാരെ ഉണ്ടാക്കുവിൻ എന്നാണ് സത്യത്തിൽ ദൈവവചനം പറഞ്ഞത്, യേശു പറഞ്ഞത്, വചനം പറഞ്ഞത്, ബൈബിള് പറഞ്ഞത്. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ? ഈ പ്രസംഗിക്കാൻ പോകുന്നവർ വിശ്വാസ ലോകത്ത് അവരുടെ അടിമകളെ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇന്നത്തെ ഒരു ചാനലുകാരൻ പറഞ്ഞ പോലെ മൊണ്ണക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. ഇന്നിപ്പം നല്ലൊരു ശതമാനം സഭകളിൽ ഈ മൊണ്ണക്കുഞ്ഞുങ്ങളായിരിക്കുന്നത്. മൊണ്ണക്കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പം യഥാർത്ഥത്തിൽ ഈ ശിഷ്യൻ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ശിഷ്യൻ വചനത്തിനേ കീഴ്പ്പെട്ടിരിക്കാവുള്ളൂ.
ശുശ്രൂഷകൻ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവനും വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ശിഷ്യനുമായവനാണെങ്കിൽ അവനെ ബഹുമാനിക്കണം. അവന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പോലുമില്ല, അവനെ ബഹുമാനിക്കണം. ഇനി വേണേൽ കീഴ്പ്പെട്ടിരുന്നോ, അങ്ങനെയാണെ പോലും അത് ശുദ്ധമായ മായമില്ലാത്ത വചനത്തിനാണ് കീഴ്പ്പെടണ്ടേ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ വായിക്കേണ്ട, അതിൻ്റെ 20 മുതൽ 27 വരെയുള്ള ഭാഗം നോക്കുമ്പം ഈ നോഹ എന്ന മനുഷ്യൻ വീഞ്ഞു കുടിഞ്ഞ് അവിടെ കണ്ട് പൂസായി കിടന്നു. അപ്പോൾ ഇയാളുടെ വീഞ്ഞു കുടിച്ച് പൂസായി കിടന്നപ്പോൾ അയാളുടെ തുണി മാറിക്കിടന്നു, നഗ്നത വെളി വന്നു. മക്കളിൽ ഒരുത്തൻ വന്നിട്ട് അത് കണ്ട് ചേട്ടന്മാരോട് ചെന്ന് പറഞ്ഞു, അവൻ ശാപം മേടിച്ചു. മറ്റവന്മാർ 2 പേരും കൂടെ ഒരു തുണി ഇങ്ങനെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന് നഗ്നത മറച്ചു, പിതാവിൻ്റെ അനുഗ്രഹം മേടിച്ചു എന്ന് ബൈബിളിലൊരു സംഭവമുണ്ട്. ഇപ്പം മിക്കവാറും ഒക്കെ സഭകളിൽ വിശ്വാസികളെ വരട്ടാൻ വേണ്ടിയാണ് ഈ വചനഭാഗം എടുക്കുന്നത്. എന്നിട്ട് പറയും മറ്റവൻ അപ്പൻ്റെ നഗ്നത കണ്ടു, അതുകൊണ്ട് അവന് ശാപം വന്നു എന്ന് പറയും. അപ്പോൾ അപ്പന് നഗ്നതയുണ്ടെന്നുള്ളത് ഇതിനകത്ത് സത്യമാണ്. അപ്പന് നഗ്നതയുണ്ട്, അത് കണ്ടെന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അല്ലാതെ അപ്പൻ നഗ്നനായി കിടന്നെന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. വരട്ടാൻ വേണ്ടി പറയുന്നത് അപ്പൻ്റെ നഗ്നത വെളിപ്പെടുത്തരുത്. ഇതിൻ്റെ രസം എന്താണെന്നറിയോ? ശരിക്കും നമ്മൾ നോക്കിയാൽ ഈ നോഹ വെള്ളമടിച്ചിങ്ങനെ അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ചിങ്ങനെ കിടന്നെന്നും നഗ്നത വെളിപ്പെട്ടെന്നും ലോകം മുഴുവൻ അറിയത്തക്ക വണ്ണം വചനത്തിനകത്ത് ദൈവം എഴുതി വെച്ചു. ദൈവം എഴുതി വെച്ച് ലോകം മുഴുവൻ മനസ്സിലായെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും അപ്പന്മാർ ഇതുപോലെ വെള്ളമടിച്ച് അല്ലെങ്കിൽ വശക്കേടായിട്ട് വീണ് കിടന്നാൽ ഈ കാണുന്നവോ പറഞ്ഞില്ലെങ്കിലും ദൈവം ഇത് അറിയിക്കുമെന്നുള്ളതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഉപദേശം എങ്ങനെയാണ് പോകുന്നത്? വേറൊരു രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ പിതാവിൻ്റെ നഗ്നത വെളിപ്പെടരുതെന്ന് ഉപദേശിക്കും, പക്ഷേ ദൈവം ഇത് എഴുതി വെച്ചേക്കുന്ന കാര്യം തന്നെ ഇയാൾ വായിക്കുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യം, ഈ മൊണ്ണക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ ഈ ശുശ്രൂഷകന്മാരുടെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ ഈ പാസ്റ്റർമാരുടെ അടിമകളാണ്. അവർ അടിമകളാണെന്നുള്ളതിനേക്കാളും കൂടുതൽ ഗലാത്യ ലേഖനം ഒന്ന് വായിച്ചാൽ, ഗലാത്യ ലേഖനം 2-ന്റെ 11, 12, 13. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുൻപേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. ഇതിനകത്ത് ഇപ്പോൾ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ബർന്നബാസ് പോലും തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നേതാവിനോട് കീഴ്പ്പെടാഞ്ഞത് കൊണ്ട് ബർന്നബാസ് തെറ്റിപ്പോയി. പിന്നെ ബർന്നബാസിനെ ഒരു ശുശ്രൂഷയിലും കണ്ടിട്ടില്ലെന്നുള്ളതാണ് സ്വാഭാവികമായി പറഞ്ഞു വെക്കുന്നത്. എന്നതിനറിയോ? നേതാവിനോട് കീഴ്പ്പെടാഞ്ഞത് കൊണ്ട് ബർന്നബാസ് തെറ്റിപ്പോയെന്നാണ്. എന്നാൽ എഴുതിയേക്കുന്നത് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിന് ഹെഡിങ് കൊടുത്തേക്കുന്നു, പൗലോസ് പത്രോസിനെ എതിർക്കുന്നു. പത്രോസ് ആരാ? സഭയുടെ ഏറ്റവും കൂടിയ ആൾ, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോല് കയ്യിലുണ്ടെന്ന് പറയുന്ന ആൾ. അങ്ങേരെ പൗലോസ് എതിർക്കാനുള്ള കാരണം, എന്നാൽ പത്രോസ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൽ കുറ്റം കണ്ടതിനാൽ ഞാൻ അദ്ദേഹത്തോട് അഭിമുഖമായി എതിർത്തു നിന്നു. പത്രോസിൽ കുറ്റം ഉണ്ടായിരുന്നപ്പോൾ എതിർത്തു നിന്നു. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരുന്നതിന് മുമ്പ് അദ്ദേഹം വിജാതിയരോട് കൂടെ ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ അവർ വന്നതോടെ പരിച്ഛേദനക്കാരെ പകർന്ന് വിജാതിയരിൽ നിന്ന് പിൻവാങ്ങി വേർപെട്ടു നിന്നു. മറ്റ് യഹൂദരും അദ്ദേഹത്തോടൊപ്പം കാപട്യം കാണിച്ചതിനാൽ ബർന്നബാസ് പോലും വഴിതെറ്റിപ്പോയി. ബർന്നബാസ് ഒരു നേരായ മനുഷ്യനായിരുന്നു, പത്രോസ് കാപട്യം കാണിച്ചു. ഇത് വഴിതെറ്റിപ്പോയത് കൊണ്ട് ഇതിനകത്ത് പറയുന്നത് ബർന്നബാസ് പോലും വഴിതെറ്റിപ്പോയെന്നുള്ള ഭാഗം മാത്രമാണ്. എന്തുകൊണ്ടാണ് പോയെന്നുള്ളത് മിണ്ടുകല. അതായത് തലപ്പത്തിരിക്കുന്നവൻ കാപട്യം കാണിച്ചെന്നുള്ളത് മിണ്ടുകല, മറ്റവൻ വഴിതെറ്റിപ്പോയെന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇവിടെ പറയുന്ന പത്രോസിനെ പൗലോസ് പോയി തിരുത്തിന്ന്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യഥാർത്ഥത്തിൽ ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യനെ ഉണ്ടാക്കണം. ഒരു യഥാർത്ഥ ശിഷ്യൻ മൊണ്ണക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നില്ല. ഈ മൊണ്ണക്കുഞ്ഞുങ്ങളെന്ന് പറയുന്നവർ ശുശ്രൂഷകന്മാരുടെ അടിമകളാണ്. അവർ വചനത്തിൻ്റെ അനുകാരികളല്ല, അവർ ഈ ശുശ്രൂഷകന്മാരുടെ അടിമകളാണ്. ഈ മൊണ്ണക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ശുശ്രൂഷകന്മാരും മൊണ്ണകളും ചേർന്ന് ശത്രുതാ സമീപനങ്ങൾ നടത്തുമ്പോൾ പിന്മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒന്നുകൂടെ പറയാം, ഈ മൊണ്ണക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ശുശ്രൂഷകന്മാരും ഈ മൊണ്ണക്കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് ശത്രുതാ മനോഭാവത്തോടുകൂടി നീക്കങ്ങൾ നടക്കുമ്പോൾ നല്ലൊരു ശതമാനം വിശ്വാസികൾ പിന്മാറിപ്പോകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയ്ക്കകത്ത് ഇവരെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ഒറ്റയ്ക്കൊക്കെ ഒരു കുടുംബമാണെങ്കിൽ അവർ നിൽക്കുകയില്ല, അവർ പതുക്കെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ശുശ്രൂഷകൻ്റെ ശത്രുത നല്ലൊരു ശതമാനം വിശ്വാസികൾ പിന്മാറിപ്പോകാൻ ഇടയായിട്ടുണ്ട്
എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ശുശ്രൂഷകരുടെ ശത്രുത മൂലം പിന്മാറിപ്പോയവരെയും ദൈവം ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെയുള്ള ശുശ്രൂഷകരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തിന് ദോഷമായി നിൽക്കുന്നവരെ ദൈവമേ, അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവരെ ആ ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കി ആ ദ്രോഹങ്ങൾ ഒഴിവാക്കാൻ ദൈവം ഇടയാക്കണമേ. അങ്ങനെയുള്ള ശത്രുത മൂലം പിൻവാങ്ങിപ്പോയവരുടെ ഹൃദയത്തിലെ മുറിവുകളെ ദൈവം സൗഖ്യപ്പെടുത്തണമേ. അവരെ ദൈവം വീണ്ടും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവസഭയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകണമേ. അനേകർ ഭവനങ്ങളിൽ ഇരിക്കുന്നുണ്ടെന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവരെല്ലാം യഥാർത്ഥത്തിൽ ദൈവസഭയിലേക്ക് മടങ്ങി വന്ന് ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, പിതാവിനെ ആരാധിക്കുവാൻ, എല്ലാ വചനത്തിൻ്റെ നന്മകളും അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള മുറിവിനാലുള്ളവരാണെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കണമേ, ആ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.